ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പീരിയോഡിക് പ്രോപ്പർട്ടീസിലെ മൂന്നാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടിയായ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? എൻതാൽപ്പി എന്ന വാക്കിന്റെ അർത്ഥം എനർജി അല്ലെങ്കിൽ ഹീറ്റ് എന്നാണ്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിലോട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വിടുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആറ്റം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിലോട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ എനർജിയെ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നും, അങ്ങനെ ഇലക്ട്രോൺ കിട്ടുമ്പോൾ അത് നെഗറ്റീവ് ആറ്റമായിട്ട് മാറുന്നു. ഈ നെഗറ്റീവ് ആറ്റത്തിലോട്ട് പിന്നെയും ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നും പറയുന്നു. ഈ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത് എനർജി അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. ഒരു പീരീഡിലും ഒരു ഗ്രൂപ്പിലും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് നോക്കാം. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ഹാലജൻസ് വരെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നത്. നോബിൾ ഗ്യാസുകൾക്ക് ഇലക്ട്രോണിനോട് അഫിനിറ്റി ഇല്ല. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യാൻ കാരണം ആറ്റത്തിന്റെ സൈസ് കുറയുന്നതും ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുമാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മനസ്സിലാക്കുന്നതിനായി നമുക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ക്ലോറിൻ ആറ്റത്തിലോട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് അത് എനർജി റിലീസ് ചെയ്യുന്നു. അങ്ങനെ അത് ക്ലോറിൻ Cl- ആയിട്ട് മാറുന്നു. ഒരു ഗ്രൂപ്പിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നോക്കാം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനോടുള്ള അഫിനിറ്റി കുറയുന്നതായിട്ട് കാണാം. ഇതിന് കാരണം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു, അതുപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളിൽ അത് എക്സെപ്ഷണൽ വാല്യൂസ് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയേണ്ടതാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കുറയേണ്ടതാണ്. അപ്രകാരം ക്ലോറിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി ഫ്ലൂറിനേക്കാൾ കുറവായിരിക്കണം. എന്നാൽ നമ്മൾ കാണുന്നത് ക്ലോറിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ ഫ്ലൂറിനേക്കാൾ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇതിന് കാരണം ഫ്ലൂറിന് സ്മോൾ സൈസും അതിന്റെ സ്ട്രോങ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷനുമാണ്. ഫ്ലൂറിന്റെ ചെറിയ സൈസും ആ ചെറിയ സൈസിലുള്ള ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷനും കാരണം പുറമേ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ വരുമ്പോൾ അതിൽ ഫ്ലൂറിനുള്ള ഇലക്ട്രോണുകളും പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോണും തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ഇതിനാണ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി ക്ലോറിനേക്കാൾ കുറവായിരിക്കും. ഇലക്ട്രോൺ അഫിനിറ്റി നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഹാലജൻസിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും. അടുത്ത പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി.
എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഒരു ആറ്റത്തിന് അതുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന മറ്റ് ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളെ കൂടെ അതിനടുത്തോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഇതൊരു എനർജി അല്ല. ഇലക്ട്രോൺ അഫിനിറ്റിയും അയണൈസേഷൻ എനർജിയും എനർജികളാണ്. എന്നാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റില്ല, ഇതിന് യൂണിറ്റും ഇല്ല. താഴെ പറയുന്ന യൂണിറ്റുകൾ വഴിയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്ന് പോളിംഗ് സ്കെയിൽ, മറ്റൊന്ന് മുല്ലിക്കൻ സ്കെയിൽ. ലിനസ് പോളിംഗ് എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ സ്കെയിലിനെയാണ് നമ്മൾ പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതനുസരിച്ച് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 2.1 എന്നും മറ്റ് എലമെന്റുകൾക്ക് ഒരു ആർബിറ്ററി വാല്യൂ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മുള്ളിക്കൻ സ്കെയിൽ അനുസരിച്ച് ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ അയണൈസേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെയും ആവറേജ് ആണ്. ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു പീരീഡിലും ഒരു ഗ്രൂപ്പിലും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നോക്കാം. ഒരു ഗ്രൂപ്പിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് കുറയുന്നു. ഇതിന് കാരണം ആറ്റത്തിന്റെ സൈസ് കൂടുന്നു, അതുപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. ആൽക്കലി മെറ്റൽസിലെ ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലിഥിയത്തിനും ഏറ്റവും കുറവ് സീഷ്യത്തിനുമാണ്. ഹാലജൻസിൽ ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഫ്ലൂറിനും ഏറ്റവും കുറവ് അസ്റ്റാറ്റിനുമാണ്. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ് എന്ന് പറയാം. ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഉള്ളത്. അതിന്റെ വാല്യൂ 4 ആണ്. പോളിംഗ് സ്കെയിൽ അനുസരിച്ച് 4 ആണ്. ഏറ്റവും കുറവ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് സീഷ്യം എന്ന് പറയുന്ന എലമെന്റ് ആണ്. അതിന്റെ വാല്യൂ 0.7 ആണ്. മറ്റെല്ലാ എലമെന്റുകൾക്കും ഇതിന് ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് ഉള്ളത്. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഹാലജൻസ് വരെ. ഇതിന് കാരണം പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറയുകയും ന്യൂക്ലിയർ ചാർജ് കൂടുകയും ചെയ്യുന്നുണ്ട്. ഒരു പീരീഡിലുള്ള എലമെന്റുകളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് കൂടുന്നതായിട്ട് കാണാം. എല്ലാ പീരീഡിലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള ഹാലജൻസിനും ഏറ്റവും കുറവ് ആൽക്കലി മെറ്റൽസിനുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പീരിയോഡിക് പ്രോപ്പർട്ടികളെ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. ഒരു ഗ്രൂപ്പിലും ഒരു പീരീഡിലും അവ എങ്ങനെ വ്യത്യാസപ്പെടുന്നു നോക്കാം. അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും കൂടുകയും ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആയുള്ള ടൈമാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ്. അത് ഗ്രൂപ്പിൽ കുറയുന്നു, പീരീഡിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ താഴ്ത്തുമ്പോൾ കൂടുന്നു, പീരീഡിൽ കുറയുന്നു. മെറ്റാലിക് ക്യാരക്ടർ ഒരു ഗ്രൂപ്പിൽ കൂടുകയും ഒരു പീരീഡിൽ കുറയുകയും ചെയ്യുന്നു. ഓക്സൈഡുകളുടെ ബേസിക് നേച്ചറും ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ കൂടുന്നു, പീരീഡിൽ കുറയുന്നു. അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുമ്പോൾ കുറയുകയും ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു ഗ്രൂപ്പിൽ കുറയുകയും പീരീഡിൽ കൂടുകയും ചെയ്യുന്നു.
ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഒരു ഗ്രൂപ്പിൽ കുറയുകയും ഒരു പീരീഡിൽ കൂടുകയും ചെയ്യുന്നു. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഒരു ഗ്രൂപ്പിൽ കുറയുകയും പീരീഡിൽ കൂടുകയും ചെയ്യും. അസിഡിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ് ഒരു ഗ്രൂപ്പിൽ കുറയുകയും ഒരു പീരീഡിൽ കൂടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പീരിയോഡിക് പ്രോപ്പർട്ടികളുടെ ഒരു ഗ്രൂപ്പിലും ഒരു പീരീഡിലും ഉണ്ടാകുന്ന വേരിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്.